കത്തോലിക്ക സഭാവിശ്വാസികൾ പരിശുദ്ധ കന്യാമറിയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? സഭയിലെ ചില വിഭാഗങ്ങളിലെങ്കിലും ശീലിച്ചു പോന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളും വിശേഷണങ്ങളും തെറ്റെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഗോള കത്തോലിക്ക സഭ. കന്യാമറിയത്തെ സഹരക്ഷകയായോ മധ്യസ്ഥയായോ കണക്കാക്കിക്കൂടാ എന്നാണ് നിർദ്ദേശം. ഇപ്രകാരമുള്ള വിശേഷണങ്ങളും കന്യാമറിയത്തിന് വിശ്വാസികൾ നൽകരുത്. കത്തോലിക്ക വിശ്വാസപ്രകാരം ഏക മധ്യസ്ഥനും രക്ഷകനും യേശുക്രിസ്തു മാത്രമാണ്. വിശ്വാസകാര്യങ്ങൾക്കുള്ള ഡിക്കസ്റ്ററിയാണ് മാതേർ പോപ്പുലി ഫിദേലിസ് എന്ന ഈ രേഖയിലെ പുതിയ നിർദ്ദേശം നൽകുന്നത്. കേരളത്തിലും അടുത്ത കാലത്തായി കന്യാമറിയത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട ചില ധ്യാന കേന്ദ്രങ്ങളും വിശ്വാസ സംഘങ്ങളും കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്കും തലവേദനയായിരുന്നു. പുതിയ നിർദ്ദേശം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തിൽ എന്ത് പ്രതിഫലനമുണ്ടാക്കും? ആദ്യം RDX റാപ്പ് കാണാം. ഏറെ നാളായുള്ള ഒരു വിശ്വാസ തർക്കത്തിൽ കത്തോലിക്ക സഭ തന്നെ ഒരു പരിഹാര മാർഗം കണ്ടെത്തി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദുവാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ഏകരക്ഷകനും ദൈവവും എന്ന വിശേഷണമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന കേന്ദ്രമെന്ന് കത്തോലിക്ക സഭ വീണ്ടും വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. അമ്മയായ മറിയത്തിന്റെ വിവേകമുള്ള വാക്കുകൾ യേശു കേട്ടിരിക്കാമെങ്കിലും ലോകത്തെ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ മാതാവിന്റെ സഹായം ഉണ്ടായിട്ടില്ലെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത്. കന്യാമറിയത്തിന് സഹരക്ഷക, മധ്യസ്ഥ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകരുതെന്ന് വിശ്വാസ തിരുസംഘം തയ്യാറാക്കിയ പുതിയ ശാസനത്തിൽ പറയുന്നു. വത്തിക്കാൻ പ്രമാണരേഖയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ വിശ്വാസികളും സഭാധികാരികളും ഉപയോഗിക്കേണ്ട ടൈറ്റിലുകൾ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി. കൃപകളുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമായി തോന്നുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രേഖയിൽ പരാമർശമുണ്ട്. ഇതോടെ കത്തോലിക്ക സഭ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായി വിശ്വാസപരമായി കൂടുതൽ അടുത്തിരിക്കുകയാണ്. എന്നാൽ പുതിയ മാർഗരേഖ ആഗോള കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസപരമായ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയേക്കുമെന്നും ആശങ്കയുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. കന്യാമറിയത്തിന് സഹരക്ഷക, മധ്യസ്ഥ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകരുത്. കത്തോലിക്ക വിശ്വാസപ്രകാരം ഏക മധ്യസ്ഥനും രക്ഷകനും യേശുക്രിസ്തു ആണ് എന്ന് പറഞ്ഞല്ലോ. വിശ്വാസികളുടെ അമ്മ എന്ന് പ്രയോഗിക്കാമെന്നാണ് സഭയുടെ ഈ കാര്യത്തിലെ വിശദീകരണം. ലിയോ 14 മാർപ്പാപ്പയുടെ അനുമതിയോടെയാണ് ഈ ഉത്തരവ്. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ മാതാവ് തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കാം. പുതിയ നിർദ്ദേശം വിശ്വാസ കാര്യങ്ങൾക്കുള്ള ഡിക്കസ്റ്ററിയായ മാതേർ പോപ്പുലി ഫിദേലിസിലാണ് വന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം ഏകരക്ഷകനും ദൈവവും എന്ന വിശേഷണമാണ്. ഇതിൽ വ്യക്തത വരുത്തിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കത്തോലിക്ക സഭയ്ക്ക് തലവേദനയായി കന്യാമറിയത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ആലപ്പുഴയിലെ ഒരു ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പഠിക്കാൻ KCBC തന്നെ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ മറിയത്തിന് പങ്കാളിത്തമില്ല എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. ലിയോ 14 മാർപ്പാപ്പയാണ് തർക്കത്തിന് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഇക്കാര്യത്തിൽ ഇതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കൗതുകകരമായ ചില നിലപാടുകളും കാര്യങ്ങളും ഒക്കെയാണ്. കാരണം ഒരു മധ്യസ്ഥയായി ആ നിലയ്ക്ക് അല്ലാതെ തന്നെ അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ പോപ്പുമാരും ബിഷപ്പുമാരും തന്നെ മധ്യസ്ഥയായി മുമ്പ് വിശേഷിപ്പിച്ചിട്ടുണ്ട് കന്യാമറിയത്തെ. പക്ഷേ അങ്ങനെയല്ല എന്ന് വിശദീകരിക്കുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടാകും. ഉറപ്പ് ലളിതമായി പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. പക്ഷേ എങ്കിൽ പോലും ലളിതമായി പറഞ്ഞാൽ ഹയറാർക്കി, ന്യൂസ് എഡിറ്റർ, അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്റർ, അതിൻ്റെ താഴെ സീനിയർ സബ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഹയറാർക്കി നിലനിൽക്കുന്നു. ആ ഹയറാർക്കിയെ മറികടന്നിട്ട് ആർക്കും, അതായത് ഇത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഹയറാർക്കിയാണ്, ആ ഹയറാർക്കിയിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പിതാവിൻ്റെ തന്നെ ഒരു പാർട്ടാണ് പുത്രൻ എന്ന് പറയുന്ന യേശുക്രിസ്തു എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്നത്. ആ പുത്രനെ ഗർഭം ധരിച്ചതിലൂടെയാണ് കന്യാമറിയം, കന്യകയായിരുന്നു, ദൈവത്താൽ ഗർഭം ധരിക്കപ്പെട്ട് കന്യാമറിയം വിശുദ്ധയായി മാറുന്നു, അല്ലെങ്കിൽ ആ സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നിന്ന് ഉയരുന്നു. അപ്പോഴും യേശുക്രിസ്തുവിന് താഴെ തന്നെയാണ് കന്യാമറിയം നിൽക്കുന്നത് എന്നുള്ളതാണ് ആ ഓർഡറിൽ കൃത്യമായി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കന്യാമറിയത്തെ പോർട്രേറ്റ് ചെയ്യുന്നതും ക്രിസ്തുവിനോളമോ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നോ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ഇപ്പോൾ കത്തോലിക്ക സഭ ആവർത്തിച്ചുറപ്പിക്കുന്നത്. ഇതിൽ ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭകളും തമ്മിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവം എന്ന് പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള പല ഡയലോഗുകൾക്കും, നൂറ്റാണ്ടുകളായി നടക്കുന്ന ഡയലോഗുകൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ കേരളത്തിലെ സാഹചര്യത്തിലാണല്ലോ വിലയിരുത്തുന്നത്. ഇവിടെ നമ്മൾ ഈ ആലപ്പുഴയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനെതിരെ KCBC തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, അർച്ചന, ഈ പത്രം, കന്യാമറിയത്തിൻ്റെ പേരിലുള്ള പത്രം അരച്ചു കലക്കി കുടിച്ചാൽ വേദന മാറും, ക്യാൻസർ മാറും. പത്രം തലയ്ക്ക് വെച്ച് കിടന്നാൽ ബ്രെയിൻ ട്യൂമർ മാറും. ആ പത്രം 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന വിധത്തിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി മാതാവിനെ അല്ലെങ്കിൽ
മാതാവ് എന്ന് വിളിക്കുന്ന കന്യാമറിയത്തിനെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. ഇത് കേരളത്തിൽ നടക്കുന്ന പ്രശ്നമല്ല. കേരളത്തിൽ ഈ ആലപ്പുഴയിലെ ധ്യാന കേന്ദ്രം മാത്രമല്ല, ഇവിടെ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ ഒരു സീറ്റിന് 3 ലക്ഷം രൂപ ചോദിച്ച ഈ വിധത്തിലുള്ള ഒരു വിശ്വാസം എന്ന് അവർ പറയുന്ന ഒരു വിഭാഗം നമ്മുടെ മൂര്യാട് തൃശ്ശൂർ ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ, അതായത് ക്രിസ്ത്യാനികൾ തുലവും തുച്ഛമായിട്ടുള്ള ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ് അല്പമെങ്കിലും നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ വിധത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ലോകത്ത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലൊന്നാണ്. അവർക്ക് എന്തോ ഒരു തലവേദന ഉണ്ടാകും എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുക എന്നത് തന്നെയാണ് ഈ കാര്യത്തിലൂടെ അവർ വ്യക്തമാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പ്രൊട്ടസ്റ്റന്റുകൾ എപ്പോഴും ഏക രക്ഷകൻ യേശുവാണ് എന്ന് പറയുന്നു. അതിനോട് കൂടുതൽ അടുക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് പൊതുവെ പ്രൊട്ടസ്റ്റന്റുകളുമായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നിലനിന്ന മേഖല വിശ്വാസപരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ്. ആ കാര്യത്തിൽ അത് മാത്രമല്ല, ഇവിടുത്തെ ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെ യേശുവാണ് നേരിട്ട് യേശുവിനെ ധ്യാനിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു പൊതുരീതി. അതിനാണ് കൂടുതൽ പ്രാമുഖ്യം, അതുതന്നെയാണ് ശരി എന്ന മട്ടിലേക്കുള്ള ഒരു പ്രസ്താവനയായി ഇതിനെ കണക്ക് കൂട്ടുന്നു എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഒന്ന്, നേരത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള ഒരു പോപ്പായി അറിയപ്പെട്ടിരുന്നത് പോപ്പ് ജോൺ പോൾ സെക്കൻഡാണ്. പോപ്പ് ജോൺ പോൾ സെക്കൻഡ് 7 തവണയാണ് മധ്യസ്ഥയായി തന്നെ കന്യാമറിയത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പിന്നീടാണ് അതങ്ങനെയല്ല, അങ്ങനെ പ്രയോഗിക്കരുത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പിന്നീട് സഭ തന്നെ എത്തുന്നത്. അതും തൊട്ടു മുമ്പുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറെ കൂടി വ്യക്തത വരുത്തി 2020 ആ കാര്യത്തിൽ. അത് ക്രിസ്തു തന്നെയാണ് ഏക രക്ഷകൻ എന്നതിലേക്ക്. ഇപ്പോൾ അതൊരു രേഖയായി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. ഇത് ആത്യന്തികമായി മാതാവ് ആദ്യ ശിഷ്യയായി കൂടിയാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യ ആണ് മാതാവ്. ഇതിൽ രേഖയിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നതോ ദൈവപുത്രൻ്റെ അതേ തലത്തിൽ അവളെ നിലനിർത്തുന്നതോ ആയ ഏതൊരു നോട്ടവും ആധികാരികമായ മരിയൻ വിശ്വാസത്തിൻ്റെ ചലനാത്മക സ്വഭാവത്തിന് പുറത്തായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം മറിയ എപ്പോഴും തൻ്റെ മകനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം അതിന്. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതാണല്ലോ വിശ്വാസപരമായിട്ടുള്ള ഒരു അത്ഭുതം. അപ്പം മാതാവിനോടാണ് അല്ലെങ്കിൽ മറിയയോടാണ് പോയി പറയുന്നത് ആളുകൾ ഇതിവിടെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ളത്. അപ്പം മറിയ പറയുന്നു യേശുവിനോട് പറയാൻ. മറിയല്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്, യേശുവാണ്. അതെ, തീർച്ചയായും. അപ്പം കൂടുതൽ ഐക്യപ്പെടാവുന്ന സാധ്യത, ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഐക്യത്തിൻ്റെ സാധ്യത തെളിയുന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വേറൊരു തലത്തിൽ എല്ലാ വിഭാഗക്കാരും, വിവിധ സമുദായക്കാരും വിശ്വാസികളും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെയുള്ളത് ആ നിലയ്ക്കുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമായി നിൽക്കുന്നു. അതെങ്ങനെയാവും? ഭാഷാപരമായി ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായേക്കും, അവിടെയും അതായിരിക്കും കൗതുകം. ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഓരോ ക്രൈസ്തവ സഭകളും തമ്മിൽ വിശ്വാസപരമായ അന്തരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അന്തരങ്ങൾക്കും അപ്പുറം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. അതിൽ അതിപ്രധാനമായ സ്ഥാനമാണ് ദൈവമാതാവ് എന്ന വിശേഷണത്തിലൂടെ കന്യാമറിയത്തിന് ക്രൈസ്തവർ കൽപ്പിച്ചു നൽകുന്നത്. എന്നാൽ അതിനുമപ്പുറം ക്രിസ്തുവിനോളമോ ക്രിസ്തുവിനെ പോലെയോ വിശേഷണ സ്ഥാനങ്ങൾ മറിയത്തിന് സഭയിലില്ല. ഈ അടിസ്ഥാന തത്വത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയാണ് വത്തിക്കാൻ ചെയ്തത്. മനുഷ്യവംശ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് കത്തോലിക്ക സഭ. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരരീതികൾ കാലാകാലം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവശാസ്ത്രപരമായി അടിത്തറയില്ലാത്ത വിശ്വാസങ്ങൾ പാടില്ലെന്നാണ് കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നത്. വിശ്വാസത്തെ മുതലെടുക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്നും ലിയോ 14 ഓർമ്മിപ്പിക്കുന്നു. RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.